സന്ധ്യ എല്ലാം കെട്ടിപ്പൂട്ടി അങ്ങ് കിടന്നോ? എന്തോ ഇത് ചുമ്മാ കിടന്ന് ബഹളമൊക്കെയല്ലടാ. തുറക്കാൻ പറ്റും. എന്റെ പെൻഷൻ കൊണ്ടിരുന്നേ അങ്ങോട്ട് മാറ്റി എന്റെ കെട്ടികളെ അമ്മേ എത്തി. ആ പാട്ട് നിർത്തലടാ. കേക്കട്ടെ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം കൊച്ചടാ, നമുക്ക് 4 ചോടം വെച്ചാലോ? ഈ ഫ്ലാറ്റിലെവിടെ നമ്മറുതാ വെള്ളമടിച്ചൊരു വക്കീല് പോയി ലിഫ്റ്റ് കിട്ടണ്ടോ? കൊച്ചേട്ടനെ അറിയുമേ പോട്ടോക്കെ. ഞാൻ ചന്ദ്രൻ നോക്കിയത്. ഈടാ ചന്ദ്രനൊക്കെ ഇപ്പൊ ചുരിദാറിട്ട് തുടങ്ങി. ഇപ്രാവശ്യത്തെ കുമ്പരിക്കെങ്കിലും നാട്ടിലേക്ക് വരുമോ? ഓ, എനിക്കൊന്നും വരാൻ പറ്റത്തില്ല. മുത്തിന് കല്യാണം എനിക്കായി. ചേച്ചി വിളിച്ചപ്പോ പറഞ്ഞില്ലല്ലോ. ആ ചേച്ചി നിങ്ങളെ കാശിന് വേണ്ടി മാത്രമല്ലേ വിളിക്കുള്ളൂ. പോടാ. 10-15 വർഷം ഗൾഫിൽ കിടന്ന് മടച്ചല്ലോ. എന്റെ കയ്യിൽ വല്ലതും ഉണ്ടോ? ആ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട. വേണം. എന്നിട്ട് കൊച്ചേട്ടൻ മാത്രം ഇങ്ങനെ നിത്യ ബ്രഹ്മശ്രീ ആയിട്ട് ദാമ്പത്യ സുഖം അറിയാതെ പാഴായിപ്പോട്ടെ. എന്തൊരു പ്രാക്കാടത്. പ്രാക്കല്ല, ദണ്ണുണ്ട് വെച്ചിട്ടാ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പച്ചി ചിറ്റപ്പനും ജീവിച്ചിരുന്നെങ്കിൽ ഈ നിപ്പ് നിൽക്കോ? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. 10ാം ക്ലാസ്സിൽ കിട്ടുന്ന സൈക്കിള് ഷഷ്ടിപൂർത്തി കിട്ടിയിരുന്നിനാ തള്ളിക്കൊണ്ട് നടക്കാനോ? അല്ല പിന്നെ കോപ്പിലിടപാട്. ഇതൊരു കാച്ചിലും വെട്ടിയുമ്പോ കാന്താരിയും കുട്ടി അങ്ങ് അടിച്ചു. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോയേക്കുവാ. ഇപ്പൊ വിട്ട നൂത്തങ്ങ് പോവാം. സൂക്ഷിച്ചൊക്കെ പോടാ. ഓ എന്റെ ജാനകി, ഇന്നലെ തുടങ്ങിയതല്ലേ, വൈകിട്ട് ഗസ്റ്റുകൾ വരുമ്പോഴെങ്കിലും തീരുമോ നിന്റെ ഈ ഡെക്കറേഷൻ? ഇതേ ഞാൻ ഏറ്റെടുത്ത പണിയാ, അത് നല്ല ഭംഗിയായിട്ട് ഞാൻ തീർത്തിരിക്കും. നോ ഇപ്പോഴല്ല, വൈകിട്ട് എല്ലാരും വന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ കാര്യം ഒരു കേക്ക് നിലയിൽ എനിക്ക് എല്ലാ കാര്യം പോയി എനിക്കറിയാം. എല്ലാത്തിനകത്തും കയറി തലയിട, അതുകൊണ്ട് ചോദിച്ചാ. ചുമ്മാ ഇരിക്കും, ഇവിടെ ഒരു ഫാമിലി ഉള്ളതാണ്. എവിടെയാണ്? അവിടെ മേലെ. ആരാണ് പോയിട്ടാ? എന്താണ് മേളിന്ന് ശബ്ദമെങ്കിൽ മരപ്പെട്ടിയായിരിക്കും. മരപ്പെട്ടിയോ? ഈ മരപ്പെട്ടിയെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ മരപ്പെട്ടി എങ്ങനെ ഇരിക്കണമെന്നറിയാവോ? അതിന് ഇഷ്ടമുള്ള പോലെ ഇരിക്കും. നീ ഒന്നും ഉണ്ടായിരുന്നേ. ഏത് പൊസിഷനിലാന്ന് എങ്ങനെ പറയാ? ഞാൻ ഫോൺ തന്നേ. എന്റെ ഫോണിന് വലിയ ഒന്നുമില്ല ഏട്ടാ. എറിയാനല്ല. അല്ലേ? കിട്ടിയോ? ആരും പേടിക്കരുത്, പ്രത്യേകിച്ച് കുട്ടികള്. അമ്മ മരപ്പെട്ടിയാ ഡെക്റ്റ് വഴി കയറിയതായിരിക്കും. അത് ആ വഴി തന്നെ പൊക്കോളും പവി. പോവേ, അവിടെ ഇരുന്ന് പെറ്റ് പെരുക്കും. ഒറ്റയ്ക്കോ? ഇപ്പൊറ്റയ്ക്ക്. പിന്നെ ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ പെറ്റ് പെരുക്കുക, പിന്നെ എന്നെ കുറ്റം പറയാം. പെറ്റ് വരുന്ന ചേട്ടനെ ഇപ്പൊ ആർക്കും. നീ പോയിട്ട് ലാട്ടർ എടുത്തിട്ടൊന്നും. അല്ല, ഞാൻ പറഞ്ഞു ബാൽക്കണിയിലുണ്ട്. ശരി പവി, വൈകിട്ട് കുറെ ഗസ്റ്റ് വരുന്നതാ. ഗസ്റ്റ് ഒക്കെ വരാനുണ്ടായിട്ടാണോ അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നത്? പാർട്ടിയുടെ ഇടയ്ക്ക് അതങ്ങനെ താഴേക്ക് ഇറങ്ങി വന്ന പാർട്ടി കൊളായില്ലേ? വെറുതെ റിസ്ക് എടുക്കണോ? റിസ്ക് എടുത്താലല്ലേ ലൈഫിൽ സക്സസ് ഉള്ളൂ. ഒരു കാര്യം തീരുമാനിച്ച അത് നടത്തിയിട്ടേ വരും. ഇനി അവിടെ ചെന്ന് അതിനെ ഉപദേശിച്ച് അത് നാണം കെട്ട് താനെ അവിടെ കിടിച്ചോണ്ട് കണ്ട് ഇവിടെ ശ്രദ്ധിക്കണം. വടിങ്ങന്നെ നീ വേറെ വടിയെടുത്തേ. താഴെ വീണ അപ്പ അടിച്ചോളണം. ഞാനോ? ലൈഫ് വെച്ചിട്ടുള്ള കളിയാ. കിടിച്ചോണ്ടിരിക്കുക. നിങ്ങൾ പുറത്തുനിന്നു. ഈ പൊസിഷനിലായിരുന്നല്ലോ കണ്ടത്. എന്നാലും ഇത് ഞാനാണോ അടിക്കാനുള്ള ടെൻഷന്റെ പുറത്ത് താഴേക്ക് വന്നാരാന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്തോട്ടാ? നീ മൈപ്പിയിൽ കൊണ്ടല്ലേടാ തലോടി. ശരി, നീ വയലടച്ച അവിടെ വിടാനില്ല.
അയ്യോ എന്റെ ഫ്രൂട്ട് സാലഡ്. എന്റെ പാത്രങ്ങൾ. അരുത്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എന്നെ നശിപ്പിക്കരുത്. വീട്ടിലിടാ നിന്നെ ഞാൻ. ഇതെന്താണ്? ഇറങ്ങി വേണം മരപ്പട്ടി, കൊല്ലൂട് ഞാൻ. വേണ്ട, കളിക്കരുത്. ഇത് കേക്ക്. ഞാൻ ആദ്യമായിട്ടോ ഈ കുണ്ടിങ്ങിണ്ട് കേക്ക് മുറിക്കണ കാണുന്നേ. ഹാപ്പി ബർത്ത്ഡേ. എന്നോടാ കളി. നീ തീർന്നടാ, തീർന്ന്. നശിപ്പിച്ചല്ല. എത്ര കഷ്ടപ്പെട്ട് കൈ കിട്ടിയതാ. ഇനി എങ്ങനെയാണ്? പാവിയേട്ടാ, നിങ്ങൾ പൊളിച്ച്. ഇതൊക്കെ എത്ര? അയ്യോ നമ്മുടെ കിച്ചൺ മൊത്തം കളർഫുൾ ആക്കിയിട്ടാ. സി, റിസ്ക് എടുത്തതിന്റെ സക്സസ് കണ്ടില്ലേ? ഇനി ഗസ്റ്റുകൾ വന്നോട്ടെ. പിന്നെ എന്റെ 3 മാസത്തെ ശമ്പളം ഞാൻ ഇവിടെ തരും. അതും ഗഡുക്കളായി 5-8 തവണയ്ക്കായിട്ട്. ബട്ട് അസോസിയേഷനെ കംപ്ലൈന്റ് ചെയ്യരുത്, ഓക്കെ? എന്താ ആരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? മരപ്പെട്ടി പോയി മക്കളെ. Come on, let's celebrate the success. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒറ്റയ്ക്ക് സമ്മതിച്ചു. കഴിഞ്ഞ വർഷം പറവൂരില് ഒരു വീടിന്റെ മേളിലെ പുതുതായി താമസിക്കാൻ വന്ന ഒരു യുവാവ് വീട്ടുടമസ്ഥയും ധനികയുമായ വൃദ്ധയെ കല്ലുകൊണ്ട് തലക്കിടിച്ചു, തോർത്തുകൊണ്ട് കഴുത്ത് ഞെരുക്കിയും മുഖം ഭിത്തിയിലിടിച്ചും. ഓ, മരിച്ചു കിടക്കണ അവർക്ക് പോലും കണ്ടാ മനസ്സിലാവാത്ത വിധത്തില് വികൃതമാക്കി കൊന്നു കളഞ്ഞു. ഓ, അറിഞ്ഞായിരുന്നോ? 2 മാസം മുൻപ് മൂവാറ്റുപുഴയില് 8 വർഷമായിട്ട് അവിടെ തന്നെ താമസിക്കുന്ന വാടക കൂട്ടിക്കൊടുക്കാത്ത ഒരുത്തൻ വീട്ടുടമസ്ഥയെ ഇതിലും ഭീകരമായിട്ട് കൊന്നു. വായിച്ചാർന്നോ? സഖി കെട്ടട്ടായിരിക്കും. എന്താന്ന്? ഏയ്, ഞാൻ പറയാനുള്ള പറഞ്ഞെന്നുള്ളൂ. വാർദ്ധക്യകാലേ വിപരീത ബുദ്ധി. എന്റെ മുറിയിലിരുന്ന് ജനലിലൂടെ തുപ്പരുത്. എന്റെ പാത്രങ്ങൾ തൊട്ടുപോകരുത്. പട്ടി ചന്തിക്ക് കടിക്കും, അതവന്റെ വീക്ക്നെസ് ആണ്. കടി കിട്ടിയിട്ട് പരാതിയും കൊണ്ട് എന്റെ അടുത്ത് വരരുത്.
എന്റെ കട്ടിൽ ഉപയോഗിക്കരുത്. എന്റെ സോപ്പിലോ പേസ്റ്റിലോ തൊടരുത്. കുളിമുറി കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും മാത്രമുള്ളതാണ്. എന്റെ മുറിയിൽ പുകവലി പാടില്ല. പരമാവധി ക്ലോസറ്റിനോട് ചേർന്ന് നിന്നും മൂത്രമൊഴിക്കുക. മൂത്രമൊഴിപ്പിക്കുക, തെറിപ്പിക്കരുത്. എന്റെ മുറിയിൽ ഒരു കാരണവശാലും കീഴ്ശ്വാസം വിടരുത്. പെട്ടുമോനെ. ഇനി എന്താ ചെയ്യുക ഇതിലും വൃത്തിയേടാക്കാൻ? ഓ, ഒന്ന് സഹകരിക്കടാ. ഇതുപോലെ നീ തന്നെ ചെയ്യ. നീ വരൂല ഉണ്ണാൻ നേരത്ത്. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ എന്താ ചെയ്യാ? കംപ്ലീറ്റ് വൃത്തിയാടായി. തിന്ന ചോറിന് നന്ദി കാണിക്കാനുള്ള സമയമാണിത്. അവൻ വന്നു കഴിഞ്ഞാ ഓടിച്ചിട്ട് അവന്റെ ചന്തിക്ക് അച്ചാലും മുച്ചാലും കടിച്ചു പറിച്ചേക്കണം. കുണ്ടി മൊത്തി അവൻ ഇവിടുന്ന് ഓടണം. ചിരിച്ചാൽ മാത്രം വരെ ചെയ്യണം. To find love, you have to first look for it. എന്ന് വെച്ചാൽ അതിലേതിലേക്ക് അന്വേഷിച്ച് എനിക്കൊരു പ്രണയം കിട്ടുവോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ അടുത്ത് എന്നിട്ട് കുറച്ച് പ്രണയം തരുവോ എന്ന് ചോദിക്കണമെന്നല്ല. ചിലപ്പോഴൊക്കെ എടാ, നിന്റെ അടുത്ത് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ പഞ്ചാര വർത്താനും പാട്ടൊക്കെ നിന്റെ റൂമിൽ പോയത് കേട്ടോളന്ന്. ഒരു ഇലക്ട്രീഷ്യൻ നടക്കണു. എന്റെ പവിയേട്ടാ, നിങ്ങൾ ഇതിനകത്ത് ഈ കമ്പോള നിലവാരവും വയലും വീടും കേട്ട് നിങ്ങളുടെ ജീവിതം പാഴാക്കാതെ ഒന്ന് അപ്ഡേറ്റ് ആവാൻ നോക്ക്. എടാ, അപ്ഡേറ്റ് എത്തണ്ടി. ഒരാവശ്യത്തിന് ടെസ്റ്റർ വേണമെങ്കിൽ നീ എന്റെ മെഷീനും തപ്പൂലോ. നീ ആദ്യം അപ്ഡേറ്റ് ചെയ്യടാ. എന്നെ പൊന്നി ചേട്ടാ, കറണ്ടുണ്ടോ നോക്കാൻ എനിക്ക് ചേട്ടന്റെ ടെസ്റ്റ് ഒന്നും വേണ്ട. എന്റെ ഈ ചെറുപറല് മതി. ആരാണ് എന്റെ ഇടയില്? ഹലോ. എന്താ മുണ്ടൂര്? എത്ര കിലോ വേണം? എന്താണ്? ഇടിയും മഴയും പ്രളയവും പേമാരിയും വന്ന് ഈ ലോകം അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോഴോ ഒരു ഫോൺ. ഹലോ. ഈ മുണ്ടൂരുമേ, ഇവിടെ ഇടിയും മഴയൊന്നും ഇല്ലാട്ടോ. ഞാൻ വേറെ ആളായിട്ട് വേറൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യത്തിൽ അറിയാണ്ട് പറഞ്ഞു പോയതാ. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിച്ച് പറയാട്ടാ. ഓ, മുണ്ടൂര്. മനുഷ്യന്റെ സ്വസ്ഥത കളയാനായിട്ട് ഏതലവലാതെയാണ് അവിടെ കയറി താമസിക്കുന്നത്. എന്താടാ അവൻ വന്നോടാ? നിന്റെ വായിൽ ചോരയൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്റെ ബ്രഷും എന്റെ സോപ്പുമാണ്. തൊട്ടു പോകരുത്. എന്റെ കുറിപ്പിന് മറുക്കുറിപ്പോ? നിന്റെ ബ്രഷ് എടുത്ത പല്ലിയേക്കും. അയ്യേ, എന്നാ ക്ലോസറ്റ് കഴിക്കാലോ. അല്ലെങ്കിൽ വേണ്ട, ചെരുപ്പ് കഴിക്കാലോ. എന്റെ നിലവാരം ഇതിന് അനുവദിക്കുന്നില്ലല്ലോ. നിന്റെ സോപ്പ് ഞാൻ കാണിച്ചു തരടാ. എന്റെ ചെട്ടി മാത്രമല്ലടാ, ഈ നാട്ടുകാരുടെ മുഴുവൻ ചെട്ടി സോപ്പുണ്ട് ഞാൻ കഴിക്കും. അലക്കിയ ചെട്ടിയൊക്കെ ഞാൻ വീണ്ടും അലക്കൂടാ. ജെട്ടിത്തോരണം. ഉപയോഗിക്കാത്ത കട്ടിൽ താങ്കളുടേതാണ്. അതിനടിയിലെ പൊടിയും വൃത്തിയാക്കി എടുക്കുക. എനിക്ക് ശ്വാസമുട്ടലുള്ളതാണ്.
ഒന്നുമില്ലടാ ബ്രോ, ഒന്നുമില്ലതേ, ഉറക്കത്തിലൊന്ന് താഴെ വീണതാ. ചെല്ല്, നീ പോകരുത്. എന്റെ ചന്തിക്കൊന്നും പറ്റിയിട്ടടാ, നീ പോട്ടെ അവന്റെ ചന്തി അടിച്ചു. എനിക്ക് പൊടി അടിച്ചു വരാൻ സൗകര്യമില്ല, തുമ്മിച്ചാവടാ. ഹായ്, പുതിയ ആളാണോ? എന്റെ പേര് മോളമ്മ. എനിക്ക് വല്ല കത്തും ഉണ്ടോ? നോക്കിയിട്ട് പറയാട്ടോ. എനിക്ക് ആഹാരം അയക്കാനുള്ള കത്തൊക്കെ. മോളുടെ പേരെന്തുവാ? ജീന. ആ, അതെ, ഇവിടെ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. മനസ്സിലായില്ല. കൊച്ചെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടേക്ക് തന്നാൽ മതി, ഞാൻ കൊടുത്തോളാം. അയ്യോ സോറി ചേട്ടാ, അത് ശരിയാവില്ല. അതെ, കേട്ടേക്കർ അങ്ങനെ പറഞ്ഞേക്കുന്നത്. അതിന് എന്റെ ജോലി കെയർടേക്കർ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ഞാനിതിവിടെ തന്ന ചേട്ടാ കൊടുക്കുന്നു, എനിക്കെന്താ ഉറപ്പ്? നിങ്ങളെങ്ങാനത് എടുത്താലോ? ഞാൻ 10-15 കൊല്ലമായിട്ട് ഇവിടെ. പിന്നെ എന്റെ ജോലി തടസ്സപ്പെടുത്തിയ ഞാൻ പരാതി കൊടുക്കും. എന്റെ പൊന്നു കൊച്ചെ, ഞാനായിട്ട് ഒരു തടസ്സപ്പെടുത്തില്ല. കൊച്ചു കൊണ്ട് കൊടുത്തു, ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. കാലം കേട്ട കാലം. അത് ഞാൻ ചെയ്യില്ല. വേണം പുറത്തുനിന്ന് ആലോചിച്ച് ചോദിക്കാം. ഞാൻ അവിടെ കേറിയിട്ട് വരാന്ന്. നീ എവിടെങ്കിലും പോയി കയറാ. എന്ത് പറഞ്ഞാലും ചൂടാവും ഒരു മനുഷ്യൻ. നിങ്ങളെന്താ വടി ഒഴിഞ്ഞ പോലെ? അല്ല, പോസ്റ്റ്മാൻ പെണ്ണ് അങ്ങോട്ട് കയറി പോയി. പോസ്റ്റ്മാൻ പെണ്ണോ? ആ, അങ്ങോട്ട് പോയി. അങ്ങനെ പോകാൻ പാടില്ലെന്ന് അവരോട് പറഞ്ഞില്ലേ? അയ്യോ, അവിടെ പണി തടസ്സപ്പെടുത്തിയാൽ പരാതി കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞോ? അത് ശരി, എന്നാ പിന്നെ അത് കണ്ടക്ടർ. അതെ, അവള് പരാതി കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ആണെന്ന് തോന്നുന്നു. അങ്ങനെ സാർ, എന്താണ് സാർ? താനാണോ പവിത്രൻ? പവിത്രൻ ഞാനാണ് സാർ. ഒന്ന് സ്റ്റേഷൻ വരെ പറഞ്ഞാലോ? ഇപ്പോഴോ? ഞാനിവിടെ ഡ്യൂട്ടിയിലാണ് സാർ. ഞങ്ങളും ഡ്യൂട്ടിയില്ല, താൻ കയറ്. അല്ല, ഇവൻ ഇത് എന്ത് ചെയ്തിട്ടാ? ഇവന്മാരോട്ട് നിനക്ക് എന്താ ഇടപാട്? എനിക്ക് ഇവര് തമ്മിൽ ഇടപാടൊന്നുമില്ല. എന്നിട്ട് ഇവന്മാർ അങ്ങനെയല്ലോ പറഞ്ഞ അല്ലടാ? ഏയ്, ഞാനിവരെ അവിടെ ഇവിടെ വന്നിട്ട് പോണു. അവിടെ 7C എവിടെ താമസിക്കുന്നത്? അവിടെ ജെറി സെബാസ്റ്റ്യൻ. അവനെന്താ പരിപാടി? മൂന്നാറില് പ്ലാന്റേഷനാന്നോ? എന്ത് പ്ലാന്റേഷൻ? അതെനിക്ക് അറിഞ്ഞൂടാ. അവനാളെങ്ങനെ? എനിക്ക് പേഴ്സണൽ കാര്യങ്ങളൊന്നും അറിയില്ല. അവനെ നിനക്ക് കണ്ടറിയാവോ? അറിയാം. അവനെ വിളിച്ചേ. സാറേ, എനിക്ക് ഫോട്ടോയിൽ കണ്ടാലേ അറിയുള്ളൂ. എന്നാ നിനക്ക് നേരിട്ട് കണ്ട അറിയത്തില്ലേ? നേരിട്ടും അറിയും. ഇവൻ തന്നെയാണോ? ഇത് തന്നെയാണ് സാർ. നീ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്ന അവന്മാരെ അറിയാമല്ലേ? താൻ പോയിക്കോ, ഞാൻ വിളിപ്പിക്കാം. അവന്റെ ഒരു ഏലക്കാട്. എന്താ സാറേ പ്രശ്നം? കഞ്ചാവ്. എടാ ബ്രോ, എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയടാ. തിരിച്ചറിയൽ പരേഡിന്. നമ്മുടെ 7C ഫ്ലാറ്റിലെ ജെറി ഇല്ലേ, അവൻ പ്ലാന്റർ ഒന്നല്ലടാ, ഭയങ്കര ഉടായ്പ്. എങ്ങനെയാണ് ഇക്കാലത്തെ ആൾക്കാരൊക്കെ വിശ്വസിക്കുക? ഇപ്പൊ ഇവിടെ ഒരുത്തം വന്നിട്ടല്ല, അവൻ്റെ ഒന്നും വാങ്ങിച്ച് കഴിച്ചേക്കല്ലേട്ടാ. ഇതാ ബെസ്റ്റ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ വെള്ളം കുടിച്ചോ. അല്ല സഹോദര, ഈ മുഖം ഒന്ന് കഴുകാൻ സമ്മതിക്കുമോ? മതിടാ, നീ അങ്ങോട്ട് പോയേ. ഇനി ഇവിടെ താമസിക്കുന്നവൻ എന്തൊക്കെ ഏർപ്പാടുണ്ടെന്ന് ആർക്കറിയാം? ഈശ്വര. എന്താടാ? സൂക്ഷിച്ചു നോക്കൂ പോലീസുകാരി. പോലീസുകാരിയല്ലേ, കണ്ണുപിടിക്കല്ലേ? മുടി നിങ്ങളുടെ ഈ ചപ്പറിച്ച നരച്ച മുടിയൊന്നുമല്ല, ഒരു ചെറുപ്പക്കാരിയുടെ മുടിയാണിത്. കാശിനോടുള്ള ആർത്തി മാത്രം മനസ്സിൽ കൊണ്ടു നടക്കണം. നിങ്ങൾ അറിയാതെ കാമാർത്തനായ അവൻ അവിടെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. ഇനി ഒരു നിമിഷം അവനോട് ജീവിക്കാൻ പാടില്ല. ഇത്രയും വൃത്തികെട്ടവന്റെ കൂടെ ഞാനിവിടെ ജീവിക്കുന്ന പ്രശ്നമല്ല. വേണ്ട, നീ പൊയ്ക്കോ. അയ്യേ, ഇങ്ങനൊരു സ്ത്രീയാ? നിങ്ങൾക്കൂല്ലേ അമ്മയും പെങ്ങന്മാരൊക്കെ? ഞാൻ ഇവിടെ വന്നിട്ട് ഇന്നവരെ ഒരു സ്ത്രീയുടെ മുഖത്ത് പോലും നോക്കിയിട്ടില്ല. അതെന്താ? അപ്പൊ ഞാൻ സ്ത്രീയല്ലേ? അങ്ങനത്തെ സ്ത്രീ അല്ല, യങ്. അത് ശരി. അപ്പൊ ഇത് രണ്ടുപേരുടെ ഒത്തൊട്ടുള്ള പരിപാടിയാണല്ലേ? എന്ത്? അവൻ ഈ എന്റെ മുറിയിലിട്ട് മുടി ചിക്കി പറിച്ചതും രാത്രി എന്റെ കട്ടിലേക്ക് എന്തൊക്കെ ഞാനകട്ടിലാണത്. ഞാനിങ്ങനെ ഇവിടെ വന്നു. ഓഹോ, ഈ ഡോറൊന്ന് ലോക്ക് ചെയ്തിട്ടൂടെ? നിനക്കിപ്പോ എന്താ വേണ്ടേ? മുടി. അല്ല, സമാധാനം വേണം. അവനിവിടുന്ന് ഇന്ന് തന്നെ ഇറക്കി വിടണം. പറ്റത്തില്ല. എന്താ പറ്റാത്തെ? പെണ്ണുങ്ങളാവുമ്പോ മുടി കാണും, അത് പൊഴിയും. പൊഴിഞ്ഞോട്ടെ, പക്ഷെ അത് എന്റെ മുറിയിൽ വന്ന് എന്റെ കട്ടിലിൽ പൊഴിക്കണ്ട.
ഇനി വേറെ എന്തൊക്കെ സംഗതികൾ ഉണ്ടായിട്ടെന്ന് ആർക്കറിയാം. കൊറേ സംഗതികളുണ്ട്. എന്താ? അവളുടെ കൊറേ സംഗതികൾ ആ മുറിയിലുണ്ട്. ആരുടെ? ആ മുറിയിൽ താമസിക്കുന്ന അവളുടെ തന്നെ. അവളാ? അവിടെ താമസിക്കുന്നത് ഒരു പെണ്ണാ. എന്താ? എന്നാലും എന്ത് ചതിയ ചടത്തി എന്നോട് ചെയ്തത്? നിന്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? കള്ളു കുടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, മുറുക്കി തുപ്പാൻ പാടില്ല. ഇതൊന്നും ഇല്ലല്ലോ, പിന്നെന്താ? അല്ല, നാട്ടുകാരറിഞ്ഞ എന്താ വിചാരിക്കുക? എന്തറിഞ്ഞ? രാത്രി എൻ്റെ കൂടെ ഒരു പെണ്ണെന്നൊക്കെ പറഞ്ഞ. രാത്രിയിലോ? ആരുടെ കൂടെ? വൈകിട്ട് 6 മണി, കാലത്ത് 7 മണി. അതിനിടയിൽ ഇവിടെങ്ങാനും വന്നാ മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. എന്നാലും എന്റെ സ്വകാര്യതയ്ക്ക് വേറൊരാൾ എത്തി നോക്കും. ഒരു സ്വകാര്യത ഇവിടെ നടക്കത്തില്ല. 6 മണിക്ക് ശേഷം ഈ പരിസരത്ത് നിന്നെ കണ്ട SI മറിയാമ്മ ആരാന്ന് നീ അറിയും. പെട്ടിയും പട്ടിയും റോഡിൽ കിടക്കും. ഡെപ്പോസിറ്റ് പോലും തരികയില്ല, പറഞ്ഞേക്കാം. ഇനി എന്ത് ഡെപ്പോസിറ്റ്? മാനം മുഴുവൻ പോയില്ലേ? നിങ്ങളൊരു പുരുഷനാണെന്ന ധാരണയിലാണ് ഞാൻ അത്രയും പരുഷമായി പെരുമാറിയത്. ക്ഷമിക്കണം. ഞാൻ പവിത്രൻ, കുഴപ്പക്കാരനൊന്നല്ല കേട്ടോ. ഒരു പഴയ NRI. ഇപ്പൊ ഇവിടെ വലിയൊരു ആഡംബര ഫ്ലാറ്റിന്റെ സെക്യൂരിറ്റി ഓഫീസറാ. എന്നാലും നിനക്കൊരു ക്ലൂ. മുണ്ടൂരല്ലേ? പുതിയ പാട്ട് ടീച്ചർ വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? ഓ, കണ്ടായിരുന്നു. സുന്ദരിയാ. സുന്ദരിയാ? സുന്ദരിയാ? അയ്യ, സുന്ദരി അത്ര സുന്ദരിയൊന്നുമല്ല. കാണാൻ നല്ലതാ, തരക്കേടില്ല, അത്രേ ഉള്ളൂ. നല്ല പെരുമാറ്റമാ. നമ്മളെന്താ പിന്നെ മോശക്കാരാണോ? സെക്യൂരിറ്റി ഓഫീസർക്ക് എന്താ ഈ വീട്ടിലെ കാര്യം? ആ വലിയ ആഡംബര ഫ്ലാറ്റിൽ തന്നെ അങ്ങ് താമസിച്ചാ പോരെ? അവിടെ പെറ്റ്സ് അലൗഡ് അല്ല. 5-6 വർഷമായിട്ട് എനിക്ക് ആകെയുള്ളൊരു കൂട്ടാ. ഇവൻ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ അല്ലേ? ബ്രോ എന്നാണ് അവന്റെ പേര്. തൽക്കാലം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇഷ്ടായി. നല്ല സ്ഥലം, നല്ല മുറി, ബ്രോയും നല്ലതാണ്. ഞങ്ങളിപ്പം നല്ല കൂട്ടായി. എന്താ ഇവിടെ? ക്ലാസ് ഉണ്ടായിരുന്നേ. ഓ, ഫ്ലാറ്റിലേക്കാണോ? ഓ, എന്നാ ഞാനും വരാം. അല്ല, ഞാൻ നടന്നാ പോണേ. സ്കൂട്ടറിലോ? വിട്ടോ.
ഫ്ലാറ്റ് എത്തി. നീ നടന്നു നോക്കോട്ടെ. അപ്പൊ വരുന്നില്ല? അല്ല, ടയർ പഞ്ചറായി. കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല, പഞ്ചറായാലോ? ഞാൻ ഒട്ടിച്ചിട്ട് വരാം. അയ്യോ, പെണ്ണ കൊണ്ട് പോയേനെ. നീ എനിക്കെതിരെ സാക്ഷി പറയുന്നോടാ. നിന്റെ മൊഴി കാരണമാണ് ഞാൻ തൂങ്ങിയ. ഈ ജീപ്പ് നിന്നെ നെഞ്ചത്തോടെ ഞാൻ കയറ്റി ഇറക്കും. കേട്ടോടാ. കണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല സാറേ, അതിന്റെ ഡ്യൂട്ടിയാണ്. എന്ത് ഡ്യൂട്ടി? വാട്ട് ഫ്രീക്കിംഗ് ഡ്യൂട്ടി? ആ ഗേറ്റിന് കാവലിരിക്കുന്നല്ലേ നിന്റെ ഡ്യൂട്ടി. അതിന് വന്നവരെ അത് മാത്രം ചെയ്താൽ മതി. അല്ലാതെ കാശുള്ളവരുടെ കൈ കയറി കുത്തേണ്ട ആവശ്യമില്ല. മനസ്സിലായോടോ? അല്ലെങ്കിലും കാശുള്ളവന്മാരെ കാണുമ്പോഴേ ഇവനൊക്കെ ഒരു ക്രിമികടി ഉള്ളതാ. പിന്നെ നിന്റെ ഈ ഡബിൾ ഡ്യൂട്ടി ഉണ്ടല്ലോ, അത് നീ ഇന്നത്തോടെ അങ്ങ് നിർത്തിയേക്ക്. കാശിന് അത്ര ആവശ്യമുണ്ടെങ്കിൽ വേറെ വല്ല പണിക്കും പോടാ. എടാ പവി, നീ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? പിന്നെ അതേ, ആ പരട്ട പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട. മനസാക്ഷി ഇല്ലാത്ത ജാതികളാ. പോരാത്തന് കാശിന്റെ നിങ്ങളിപ്പോ. നമുക്ക് വേണമെങ്കിൽ പോലീസിനൊരു പരാതി കൊടുത്താലോ? ഏയ്, ഈ ജീവിതത്തിന് വലിയൊരു കുഴപ്പമുണ്ടേട്ടാ. തോൽക്കുന്നത് നമ്മൾ അറിയത്തില്ല, അറിഞ്ഞാലും സമ്മതിക്കത്തില്ല. വാശിക്ക് അങ്ങോട്ട് തോറ്റോണ്ടേയിരിക്കും. പക്ഷെ ചിലപ്പോ അത് മനസ്സിലാവും. അപ്പൊ സങ്കടം വരും, നിരാശ തോന്നും. പിന്നെ ശ്വാസം ഒന്ന് വലിച്ചുവിട്ട് നമ്മൾ അങ്ങോട്ട് നോർമലാവും. പക്ഷെ വേറൊരുത്തൻ അതൊക്കെ തൂണ്ടി പുറത്തിടുമ്പോട്ടല്ലോ നമ്മുടെ നെഞ്ചങ്ങോട്ട് പറഞ്ഞ പോലെ തോന്നും. ഓർമ്മ വെച്ച കാലം തുടങ്ങിയിട്ടുള്ള ഓട്ട ഇതുവരെ നിന്നിട്ടില്ല. എന്നാലോ ദൂരൊട്ടും കുറഞ്ഞിട്ടില്ല. എല്ലാം ശരിയാകൂടാ. മനുഷ്യന്മാരെ പറ്റിക്കണ പറച്ചിലാണ് ഏട്ടാ അത്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ? എന്നെ പിശുക്കാന്നും പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ കളിയാക്കാറില്ലേ? പേടിച്ചിട്ടേട്ടാ. ഒറ്റക്കായി പോണേൻ്റെ ഒരു വെപ്രാളം. എന്തെങ്കിലും വന്ന് കിടന്നു പോയാ പിന്നെ. ഇതാ ഞാൻ നിന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഒരു കൂട്ട് വേണമെന്ന്. മനസ്സിലായോ? കാര്യം എനിക്കിവിടെ കടവും കഷ്ടപ്പാടും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ പണിയാണെ അടിമ പണിയുക. എന്നാലും എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഞാൻ രാജാവാടാ. ചുരിദാറുകൾ കണ്ടിട്ട് ആൾക്കധികം പ്രായമില്ലാന്ന് തോന്നണു. തടി ഒരു പാകത്തിനേ ഉള്ളൂ. ഇനിയിപ്പോ തടി കൂടിയാലെന്താ? അത് ശരി, തുണിയുടെ അടിയില്. അപ്പൊ ഇതാണല്ലേ ടെക്നിക്ക്. വൃത്തികേട് കാണിക്കരുത്. കാക്ക. അതോ? അല്ലല്ല, കാക്ക കൊത്തി തറയിലിട്ടു. മുങ്ങാ പിള്ളേര് മുങ്ങിയെടുത്തു. നീ എന്നെ കൊടുത്ത് പറയിപ്പിക്കരുത്. കൂടുതലൊന്നും പറയരുത്. ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. അത് താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. അയ്യോ, മനുഷ്യനെ നാണം കെടുത്താൻ. വേറെ ഒരു തുണി തൊട്ടാലും ഇത്രയും പ്രശ്നമില്ല. അവിടെ കിടക്ക്. എന്റെ അമ്മേ. ചേട്ടത്തി, എന്താ ഇത്? കുറച്ച് കൊടംപുളിയാ. രതീഷ് നാട്ടിൽ നിന്നുണ്ടോ? കാശ് വാടകയെന്ന് കുറയ്ക്കോ? എന്തോ ചേട്ടത്തി പറയുന്നേ? അല്ല, ഇതുപോലുള്ള അബദ്ധമൊന്നും നീ മുമ്പ് ചെയ്തിട്ടില്ല. അതാ. അവിടെ ഞാൻ ചേട്ടത്തി പിടിച്ചേ. സംഭവം ഗ്യാസ് ആണെങ്കിലും ഒടുക്കത്തെ വെയിറ്റ് ആണ് എടുത്തി. മനുഷ്യപ്പറ്റുള്ള ഇനാണോ? മിണ്ടാനും പറയാനൊക്കെ പറ്റുമോ എടുത്തി? ആര്? മറ്റേ കൊച്ച്. കൊടംപുളി ഇട്ട് മീൻ വെച്ച ബെസ്റ്റാ. ആരും വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്നേ. ഞാനിപ്പോ അതുകൊണ്ട് കാശൊന്നും മുറിയിൽ വെക്കില്ല. റിസ്ക് കുറച്ച് വാങ്ങണം. നാളെ വാങ്ങാം.
മോളുടെ പ്രായത്തിലുള്ള കുട്ടീനെ തന്നെ കൂട്ടിയിട്ട് നന്നായില്ല എടുത്തി. മോളിന് സെപ്പറേറ്റ് മീറ്റർ വെക്കണം. ഓ, ബില്ല് ഭയങ്കരമായിട്ടൊന്ന് കൂടി. കാണാൻ കൊള്ളാവുന്നതും അവിവാഹിതയുമായി ചെറുപ്പക്കാരി ഒറ്റയ്ക്ക് താമസിക്കാന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പുറത്ത് ഞാനായതുകൊണ്ട് പിന്നെ കാണാൻ കൊള്ളുന്ന കൊച്ചി ഹാർബറിലെ മീനാ നല്ലത്, വിലയും കുറവാ. എന്നാ കുറച്ച് വാങ്ങി അങ്ങോട്ട് പുഴുങ്ങി തിന്ന്. ഡാ, നീ ഇതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് പോടാ. തന്നെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യാ മതി. പിന്നെ തിരുവനന്തപുരത്തെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ ഉത്തരം പറയും. എന്നിട്ട് കൊച്ചിന് മീനും തിന്നണം. ഒറ്റയ്ക്ക് 1.5 കിലോ മീൻ പപ്പ പുഴം കളാണ്ടിരുന്ന് തിന്നണ ആളാ. എന്നിട്ടും ആർത്തി ഈ കൊച്ചിൻ ഹാർബർ കണ്ടുപിടിച്ചവനെ കപ്പലേറ്റി കൊല്ലണം. വൃത്തിയേട്ടവൻ. സോറി, 2 ദിവസം പുറത്തുനിന്ന് കഴിക്കണം. നല്ല സുഖമില്ല, വയറുവേദന. എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. സ്ത്രീകൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന സമയ ശല്യപ്പെടുത്തരുത്. നോക്കിയും കണ്ടു നിന്നോളണം. പാവം. ആത്മാർത്ഥമായിട്ട് നടത്തിയ പരിശ്രമമാണ്. മുഴുവൻ കഴിക്കണം. പണ്ട് ലേബർ ക്യാമ്പിൽ നടത്തിയ പരീക്ഷണങ്ങളാ. ടച്ച് വിട്ടുപോയി. അത് തരുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റും കാണും. നമ്മുടെ അടുത്തേക്ക് വന്ന് നീയാണ് എൻ്റെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്ന് പറയുന്ന ഒരാൾ കാണും. പക്ഷേ നോക്കണ്ടേ, അടുത്തുള്ളത് ആരാണ് എന്ന് കണ്ടുപിടിക്കണ്ടേ? ലോകം മുഴുവൻ നിറയുന്ന ഈ പ്രണയം തരാൻ പോകുന്നത് ആരാണെന്ന് അറിയണ്ടേ? അത് നോക്കാതിരുന്ന എങ്ങനെ അറിയാനാ? പിന്നെ നമ്മൾ എങ്ങനെ ജനറേറ്റർ റൂമിന്റെ ചാവി. കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കറങ്ങി നടക്കരുത്. ഓണാക്കിയേക്കണം. ഞാൻ ഒന്ന് വീഡിയോ പോയിട്ട് വരാം. അല്ല, അതിന് ജങ്കാറ സമയം കഴിഞ്ഞില്ലേ? അത് കുഴപ്പമില്ല, ഞാൻ റോഡ് വഴി പോക്കോളാം. അയ്യോ, 10-25 കിലോമീറ്റർ അപ്പുറം കറങ്ങി അടിച്ചു പോകാനോ? അതിന് മാത്രം തന്നെ അത്യാവശ്യം. അതെ, ബ്രോയിന് സ്വപ്നം കണ്ടു. വല്ലാത്തൊരു കരച്ചിലാ. വിശന്നിട്ടാന്ന് തോന്നണേ. ആണോ? ലവ് ബീഡ്സ് കേട്ടാ എല്ലാരും പെണ്ണുങ്ങളെ സ്വപ്നം കാണും. ഇങ്ങനെ പട്ടീനെ സ്വപ്നം കണ്ടേക്കുന്നു. പോക്കും കഴിഞ്ഞു. നിന്നെ പാരങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോടാ. ഒച്ചിട്ടേ നീ കേറി പോയേ പകളുണ്ടാക്കാതെ സ്നേഹപ്രകടനം ചേർത്തി എഴുന്നേറ്റു. ഇതെവിടെയാണ്? എന്തിനാണ് ആൾക്കാർ അലർന്നത്?
എന്താ ചേട്ടത്തി എന്താ നടന്ന പോലെ തോന്നണു? തോന്നലല്ല, നടന്നു. റോഡ് സൈഡ് അല്ലേ, ഇതൊന്നും കാര്യാക്കണ്ടെന്ന് വീട്. എന്ത്? അല്ല എന്തൊന്നും നടന്ന കാര്യം പറഞ്ഞു. ആര്? ആരോ? അപ്പൊ തന്നെ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു. ഞാൻ SI ആയിരുന്ന സ്റ്റേഷനാ. കളി മാറും. എന്നെ വിളിച്ച പോരായിരുന്നു, ഇതിനൊക്കെ എന്തിനാ പോലീസിനെ വിളിക്കുന്നേ? തീക്കട്ടി ഉറുമ്പരിക്കുന്നു കാണണല്ലോ. അവൻ ഇനി ഇതിനകത്തെങ്ങാനും വന്നാ തീർന്നു. അതാണ്. പരിശ്രമം ഗംഭീരായിരിക്കുന്നു. കറി നന്നായിട്ടുണ്ട്. മുഴുവനും കഴിച്ചു. എന്താ എന്റെ പേര്? അസ്ത്രം. അസ്ത്രം കൊള്ളാലോ. ഞങ്ങൾ ഓണാട്ടുകാരക്കാരുടെ കറിയാണ് കഞ്ഞിയും അസ്ത്രവും. അതാ കോമ്പിനേഷൻ. ഏതായാലും അസ്ത്രം ഇട്ടുട്ടോ. ഏക്കണമല്ലോ. അതെ, അസ്ത്രത്തിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വിളിച്ചാ മതി. ഇതാണ് എന്റെ നമ്പർ. മോനൊരു സമ്മാനം തരാൻ വന്ന. ഇവനെ മോനിഷ്ടല്ലേ? പിടിച്ചോ. ചേട്ടന് ഇനി ഇവനെ വേണ്ടേ? എന്റെ ജീവനാണിവൻ. ഞാനിവിടുന്ന് പോവുക. എനിക്കിവനെ കൊണ്ടുപോകാനൊരു സ്ഥലമില്ല. ഇവനെ നന്നായിട്ട് നോക്കണം. സ്നേഹമുള്ളവനാ. ചേട്ടൻ എങ്ങോട്ട് പോവാ? എടോ, താനിവിടെ ഇല്ലായിരുന്നപ്പോ ആ കൊച്ചി ഇവിടെ വന്നായിരുന്നു. ഏത് വെച്ച്? എടോ, ഇവിടെ താമസിച്ചിരുന്ന ആ കുട്ടി ഇത് തന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു.
മനസ്സിലായില്ല. തനിക്ക് മനസ്സിലാവൂല. ഇത് വെറും ഒരു നേരം പോക്കായി കണ്ടാ മതിയെന്ന് തനിക്കൊരു വാക്കിനോട് പറയായിരുന്നില്ലേ? നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നേ? താനാണെന്ന് അറിഞ്ഞിട്ടല്ലോ, തന്റെ പണവും സൗന്ദര്യവും കണ്ടിട്ടുമല്ല. ആരാണെന്നോ എന്താണെന്നോ അറിയാത്തല്ലേ ഞാൻ സ്നേഹിച്ചത്. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ഇവിടെ വന്ന് ബഹളം വെച്ച ആൾക്കാരെ അറിയിക്കാനോ ഈ കല്യാണം മുടക്കാനോ അല്ല ഞാൻ വന്നത്. പിന്നെന്തിനാ വന്നേ? തന്നെ ഒന്ന് നേരിട്ട് കാണാൻ, എല്ലാം തീർന്നെന്ന് എന്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ. അല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് വലിയ കഷ്ടമായാലും എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? എന്താടോ, എന്താ കാര്യം? ബേബി ഹണി ഓട്സ് ഒന്നുമല്ല. ഇടയ്ക്ക് കയറി സംസാരിക്കാത്തോടെ മാറിക്കിടോ. ഇത് എന്റെ ജീവിത പ്രശ്ന, മൈ ലൈഫ് മാറ്റർ. എന്താ ജന പ്രശ്നം? അബി എനിക്ക് അറിഞ്ഞൂടെ, അയാൾ എന്തൊക്കെയോ വിളിച്ചു പറയാണ്. ഐ ആം ജസ്റ്റ് ടോട്ടലി കൺഫ്യൂസ്ഡ് യാർ. അതെ, ഞാനും കൺഫ്യൂസ്ഡ് ആയിരുന്നു യാർ. എന്താ മോളെ പ്രശ്നം? ഇതാരാ? ചേച്ചിയുടെ ഫ്ലാറ്റിലെ കേട്ടേക്കറാ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഓഹോ, എന്നാ പിന്നെ ബാക്കി കൂടി ഞാൻ പറയാം. ഞാൻ പറയട്ടെ? അതെ, നമുക്ക് പിന്നീട് സംസാരിച്ച് സെറ്റിലാക്കാം. ഇപ്പൊ ഒരു ഇഷ്യൂ ആക്കണ്ട. നീ എന്തുവാണ് രഹസ്യം പറയുന്നേ? അയാൾക്ക് പറയാനുള്ളത് പറയട്ടെ. എന്താ പവി, എന്താ പ്രശ്നം? എന്താടി? എനിക്ക് അറിഞ്ഞൂടെ, അയാളോട് ചോദിച്ചു നോക്ക്. ഉഷയ്ക്ക് ഇയാളെ അറിയോ നേരത്തെ? ആ, എന്റെ ഫ്ലാറ്റിലെ കെയർടേക്കർ ആയിരുന്നു. അപ്പൊ ജാനകിക്കോ? അറിയാം എന്നല്ലേ പറഞ്ഞേ. അതെ, എന്താ സത്യത്തിൽ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല, അയാൾക്കാ പ്രശ്നം. അയാളോട് ചോദിക്കേ. എന്താ പ്രശ്നം? നമ്മളാരാ? ഞാൻ ചെക്കന്റെ അമ്മാവനാ. ആ മാവ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു കാര്യം അറിയണം, അത് ഞാൻ പൊക്കോളാം. എന്താ പവിക്ക് അറിയാനുള്ളത്? ചോദിക്ക്. 2-2.5 മാസം എന്റെ കൂടെ താമസിച്ചിട്ട് ഇനി നമ്മൾ തമ്മിൽ കാണുന്നില്ലെന്ന് പറഞ്ഞൊരു കുറിപ്പെഴുതി കല്യാണക്കുറിയും തന്നിട്ട് പോയത് എന്തിനാണെന്ന് എനിക്കറിയണം. എന്നോട് വഴക്കിട്ട് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇവനോട് താമസിക്കാനായിരുന്നു. ഒരു പെട്ടോളെ ചേച്ചി, അയ്യോ ഇൻസെയിൻ. എനിക്ക് ഇയാൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. എടോ, തനിക്ക് എന്തിനു കേടാടോ? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്? വെറുതെ ആണോ ഇയാൾ തള്ളിക്കറി ഇങ്ങോട്ട് വന്നത്? താൻ ബാക്കി പറയടോ. നമുക്ക് കല്യാണം കഴിച്ചിട്ട് ബാക്കി പറയാം, പോരെ? പോരാ, പറച്ചില് കഴിഞ്ഞിട്ട് കല്യാണം. എന്നാൽ അമ്മാവൻ കേൾക്കണം. താമസിച്ചെന്ന് മാത്രമല്ല, ഒരു വീട്ടില് ഒരേ അടുക്കളയില് ഭക്ഷണം ഉണ്ടാക്കി ഒരേ പാത്രത്തിൽ കഴിച്ച് ഒരേ പായിലോ ഞാൻ വാങ്ങിച്ച എന്റെ കട്ടിലിൽ ഒരേ തലേണയിൽ തലവെച്ച് ആ തലേണയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഞങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്. ഒരേ മനസ്സായി ജീവിച്ചിട്ട് ഇപ്പൊ പൊടി തട്ടയിൽ പോയി കഴിഞ്ഞാൽ പ്രണയം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്.